നവീൻ ബാബു കേസിൽ കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്ത് ലക്ഷോപലക്ഷം മലയാളികളുടെ തീവ്ര നൊമ്പരമായിരുന്ന നവീൻ ബാബു കേസിന് സത്യസന്ധമായൊരു അന്വേഷണം നടത്താനും ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കാനും അതിശക്തമായ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ച കേരള സർക്കാരിനോട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോടും ഗവൺമെന്റിനോടുമുള്ള നന്ദി ആ സമരത്തിന്റെ മുന്നണിയിൽ നിന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി ബിയോണ്ട് പൊളിറ്റിക്കൽ ലൈൻസ് ഈ ഇഷ്യൂ ഒരു ബേണിംഗ് ഇഷ്യൂ ആയി ഏറ്റെടുത്ത മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും മുൻ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനും കണ്ണൂർ MLA ശ്രീ TO മോഹനും അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് പോലും ഇടതുമുന്നണി ഗവൺമെന്റിന് ഒരു ഘട്ടത്തിലും നവീൻ ബാബു കേസിൽ ജനപക്ഷത്ത് നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ പതനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നവീൻ ബാബു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്ന് തൊട്ട് നവീൻ ബാബുവിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബു, രണ്ട് മക്കളും അടക്കമുള്ളവർ ഹതാശരായി ആര് സഹായിക്കാനുള്ള സന്ദർഭങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉമാണ് അവർക്കൊപ്പം നിലകൊണ്ടത്. ആ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടിയും മുന്നണിയും ശക്തമായ നിലപാട് സ്വീകരിച്ച് അവർക്കൊപ്പം നിന്നു. ഈ ഒരു ടേണിംഗ് ഈ കേസിലുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ആദ്യം മുതൽ ഉറപ്പുണ്ടായിരുന്നു. ഇടതുമുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച നയം എന്ന് വെച്ചാൽ ഗവൺമെന്റ് CBI എൻക്വയറിക്കെതിരായിരുന്നു, എല്ലാ തടസ്സങ്ങളും അവർ ഉന്നയിച്ചു. എന്നാൽ കോടതിയിൽ പോയപ്പോൾ കോടതി പോലും അവർക്ക് നീതി കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് മെഷീനറി പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും ക്രൂരമായ വേട്ടയാടലാണ് അവിടെ നടത്തിയത്. ഞങ്ങൾക്ക് ഗവൺമെന്റിനുള്ള പ്രത്യേകമായ നന്ദി. ആ കുടുംബത്തെ അനാഥമാക്കപ്പെട്ട ഒരു കുടുംബമാണ്, രണ്ട് പെൺകുഞ്ഞുങ്ങൾ. അനാഥമായ ഒരു കുടുംബത്തിന് അവർക്ക് അവകാശപ്പെട്ട ആശ്രയ നിയമനം പോലും കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് വല്ലാതെ പരിശ്രമിച്ചു. എത്രയോ സംഭവങ്ങളിൽ പാർട്ടി സഖാക്കന്മാർക്ക് നിയമങ്ങൾ മറികടന്ന് ക്യാബിനറ്റിൽ വെച്ച് ജോലി കൊടുത്ത ഒരു ഗവൺമെന്റ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടുമാണ് അതിനേക്കാൾ വലിയ ക്രൂരത കാണിച്ചു. അക്കാര്യത്തിലും ബഹുമാനായ മുഖ്യമന്ത്രി വളരെ മാഗ്നാനിമസ് ആയിട്ടുള്ളൊരു നിലപാടെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തോടും ആഭ്യന്തരമന്ത്രിയോടും സർക്കാരിനോടും കേരളത്തിലെ ജനങ്ങൾക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി ഒരിക്കലും കേരളത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകരുത്. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം ഈ നവീൻ ബാബു വധത്തിന് പിന്നിൽ, ആ വധമെന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നു, അതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. PP ദിവ്യ മാത്രമല്ല, അവർ കൂടാതെ അവർക്ക് മുകളിലുള്ള നിരവധി ആൾക്കാർ ഈ കേസിൽ പ്രതികളാകുന്നുണ്ട്. സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ കേരളത്തിലെ CPM-നെ പിടിച്ചുലയ്ക്കുന്ന, കേരളത്തിലെ CPM-ന് ഇന്നുണ്ടായിരിക്കുന്ന പതനത്തിന്റെ ആക്കം കൂട്ടുന്ന ഒരു സംഭവമായി നവീൻ ബാബു കേസ് വഴിത്തിരിവായി മാറുന്നതാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ പൊതുജീവിതത്തിലും നവീൻ ബാബു സംഭവം ഒരു അവസാന സംഭവമായി മാറാൻ, അവസാനത്തെ അധ്യായമായി മാറാൻ ഇതിടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഈ CBI എൻക്വയറി CBI ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് നീതിയുക്തമായ ഒരു കേസാണ്. പല തെളിവുകളും ഇതിനകം നശിപ്പിച്ചുണ്ടാകാമെങ്കിലും കുടുംബം മുൻപോട്ട് വെച്ച ഏകദേശം 10-20ഓളം വരുന്ന ഏറ്റവും വൈറ്റലായിട്ടുള്ള, റിലവന്റ് ആയിട്ടുള്ള തെളിവുകളുടെ പരിശോധന നടന്നിട്ടില്ല. അതെല്ലാം പരിശോധിച്ച് ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ CBI എൻക്വയറി സഹായകരമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിന് തിരിച്ചുവിടാൻ ഒരു സർക്കാർ കഴിയുന്നില്ല. നിങ്ങൾ പരാതിയുള്ളവരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി അയാളെ മാറ്റുക, അതേ നിർവാഹമുള്ളൂ. അല്ല സർക്കാർ ഞാൻ കൃഷ്ണനെതിരെ ഞങ്ങൾ പറഞ്ഞുവിടാൻ പറ്റുമോ?
ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇതാക്കാൻ വേണ്ടി അല്ലല്ലോ സർക്കാർ എന്ന് വെച്ചാൽ സിവിൽ സർവീസ് ഓഫീസർമാര് അവർ സർവീസിൽ തുടരും. അവര് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കാണിച്ച അനാവശ്യമെല്ലാം ഉണ്ടെങ്കിൽ അത് ഈ തവണ നടക്കില്ല. അതിന് വിലങ്ങിടാൻ കഴിവുള്ള നേതൃത്വമാണ് ഇന്ന് കേരളത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.